ഹലോ. അപ്പം ഇങ്ങനെ തുടങ്ങുള്ള ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബട്ടർഫ്ലൈ ക്രോച്ചറ്റ് ക്ലിപ്പാട്ടാം. നമ്മൾ ഇതുവരെ എടുത്ത വീഡിയോസിൽ നമ്മൾ പലതരം ക്ലിപ്പുകൾ കണ്ടു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബട്ടർഫ്ലൈനെ വെച്ചിട്ടാട്ടാം. ആദ്യം ഞാൻ ഈ രണ്ട് കളറാട്ടോ ആദ്യം സെലക്ട് ചെയ്തിരിക്കണത്, ബ്ലൂവും റെഡിഷും. ബ്ലൂ ഈ ക്യാമറയിൽ കുറച്ചൊരു വ്യത്യാസം കാണിക്കും, എന്നാലും ഡാർക്ക് ബ്ലൂ അല്ല, ലൈറ്റ് ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ഒരു പീക്കോ കളറ് ബ്ലൂ ആ ടൈപ്പ് ഒക്കെ ഇല്ല, അങ്ങനത്തെ ഒരു ബ്ലൂ ആട്ടോ അത്. ഞാനതിന് ബോർഡർ കൊടുക്കാൻ വേണ്ടി മാത്രമാട്ടോ റെഡ് എടുക്കണത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. സാധാരണ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടറിയാം നിങ്ങൾക്ക്, ഞാൻ കട്ടിലുമൊക്കെ ഇരുന്നിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ചെയ്യുക. പക്ഷേ ഇത് നമുക്ക് അധികം നേരം എടുക്കണില്ല, 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് കസേരയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് കുറേ നേരം ഇരിക്കാമെന്ന് വെച്ചാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ നടുവ് ഓൾറെഡി വളഞ്ഞു പോകും, ലാസ്റ്റ് അതൊരു വലിയൊരു കൂനായി മാറും. പിന്നെ ക്രോച്ചറ്റ് ചെയ്യുന്നവരുടെ ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ ഇങ്ങനെയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എത്ര ടൈം വേണമെങ്കിലും നമ്മൾ ഫ്രീ ആയി കിട്ടുന്ന കുറച്ച് നേരം നമ്മൾ അതന്നെ നമ്മുടെ കൈയൊക്കെ ഓട്ടോമാറ്റിക് അങ്ങനെ മറിഞ്ഞു പോകും. അങ്ങനെ ആ ഒരു 6 റോ ഉണ്ടാക്കിയിട്ട് ഞാൻ റെഡിഷാണ് അതിൽ ആഡ് ചെയ്തിട്ട് അതിനൊരു ബോർഡർ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ക്രോച്ചറ്റ് ഉണ്ടാക്കണമൊക്കെ അറിയാം. ആ ബോർഡറിൽ ഞാനിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യണത്. നമുക്ക് തയ്യൽ മെഷീനിൽ ആകെ ഒരു സ്റ്റിച്ച് ഉണ്ടാവും, പക്ഷേ നമുക്ക് ക്രോച്ചറ്റ് ചെയ്യണമെങ്കിൽ പലതരം സ്റ്റിച്ചുകളുണ്ട്. അതായത് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിനാണ് ഇതിൻ്റെ മെയിൻ ബേസ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പം നമുക്ക് ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ, ഇപ്പോൾ നമ്മൾ ക്ലിപ്പുകൾ ഉണ്ടാക്കി കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ബോ ടൈപ്പ് ഉണ്ട്, പിന്നെ ടെഡി ബിയർ, അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് വീഡിയോ ഞാൻ അതിലിട്ടിട്ടില്ല. ഇതിപ്പോൾ ബട്ടർഫ്ലൈ, ഇത് ഇപ്പോൾ ഓർഡർ കിട്ടിയതല്ല, നമ്മളിങ്ങനെ ഓരോ ക്ലിപ്പുകൾ ഉണ്ടാക്കിയിട്ട് പേജിൽ അവൈലബിൾ ആക്കുന്നതാണ്. ആവശ്യം വരണതനുസരിച്ച് നമ്മൾ കളറുകൾ കസ്റ്റമൈസ് ചെയ്തിട്ടായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഈ നൂല് സാധാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ നൂലാണ്. നമുക്കത് കസ്റ്റമൈസിന് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നൂലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരിക്കും. ഞാൻ എപ്പോഴും ഹോബി സ്റ്റോർ എന്നല്ല, മാജിക് നീഡിൽസ് എന്നാണ് വാങ്ങിക്കുന്നത്. അതിൽ ഹോബി സ്റ്റോറിൻ്റെ കമ്പനികളുടെ വൂളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അത് കുറച്ച് ക്വാളിറ്റി വൂളാണ് അവരുടെ നിന്ന്. ഞാൻ ഇതുവരെ വാങ്ങിച്ചതിൽ എനിക്കൊരു ഇതും തോന്നിയിട്ടില്ല. നമുക്കത് വാഷബിളായിട്ടും കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന വൂൾ അങ്ങനെയല്ല. നമുക്ക് കടയിൽ നിന്ന് ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുത്താൽ ഒരു 9 കളേഴ്സ് കിട്ടും. അങ്ങനത്തെ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി പഠിക്കാൻ നമുക്ക് ആ വൂളായിരിക്കും കൂടുതൽ എളുപ്പം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാട്ടോ. ഒരാൾ അതിൻ്റെ ഇടയിൽ സ്ലേറ്റ് കൊണ്ട് വന്നിട്ട് അമ്മ എന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇതാട്ടോ നമ്മുടെ 2 ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഒരു സൈഡ് ബട്ടർഫ്ലൈയുടെ ഒരു ചിറക് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ 6 റോ ഇതേപോലെ കെട്ടി കൊടുത്തിട്ട് അടിയിലും മറ്റേത് വെച്ച് കൊടുക്കട്ടെ ചെയ്തത്, മറ്റേ രണ്ടാമത് ഉണ്ടാക്കിയത്. ടാ.